ഹായ് ഓൾ, എൻ്റെ പേര് ദിലീപ് എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി, നമുക്ക് ഒരുപാട് കടമകൾ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, നിലവിലൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു അധിക വരുമാനം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അതിവരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, നമ്മുടെ ചെലവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ വരുമാനത്തിൽ പ്രത്യേകിച്ച് വർധനവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യാണ്, ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവതരിപ്പിക്കുന്ന കമ്പനിയുടെ പേരാണ് ഫ്ലൈ വെൽനസ് ഗ്ലോബൽ എന്നാണ് കമ്പനിയുടെ പേര്. കാരണം ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഒരു 7 രാജ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ചെയ്യുന്ന ബിസിനസ് മോഡലായാലും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ ആയാലും പ്രൊഡക്ട്സുകളായാലും എല്ലാം തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം കമ്പനി എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു കമ്പനി ഫോക്കസ് ചെയ്യുന്ന ഒരു 3 ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽനസ് ഉണ്ട്, വെൽത്ത് ഉണ്ട്, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ പല പല ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. അങ്ങനെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല. അത് നമ്മൾ ഒരു ബിസിനസ്, ഏത് ബിസിനസ് വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ആൻസറേ ഉള്ളൂ: ഇന്ന് സമൂഹം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ബിസിനസ് മാത്രമാണ് വലിയ രീതിയിലുള്ള സക്സസിലേക്ക് പോകാൻ കഴിയുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് സമൂഹം ഫേസ് ചെയ്യുന്ന ഗൂഗിളിന്റെ ഒക്കെ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന 2 വിഷയങ്ങളാണ്: ഒന്ന്, എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാം എന്നുള്ളതും; രണ്ട്, എങ്ങനെ അധിക വരുമാനം ആഗ്രഹിക്കാം, ഒരു അധിക വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു വെൽനസ് മേഖലയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് വെൽനസ് മേഖലയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ആളുകൾ അസുഖം വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നുണ്ടെങ്കിൽ ഇന്നെന്താണ്, എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ ആളുകൾ ചെയ്യുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, രാവിലെ നടക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ, അല്ലെങ്കിൽ ജിമ്മുകളുടെ എണ്ണം കൂടുകയാണോ, യോഗ സെന്റേഴ്സിന്റെ എണ്ണം കൂടുകയാണോ, അല്ലെങ്കിൽ ആരോഗ്യത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള ബേസ് ചെയ്തിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലും ചാനൽസും കാര്യങ്ങളൊക്കെ എണ്ണം കൂടുകയാണോ കുറയാണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് വെൽനസ് മേഖല എന്ത് ചെയ്യാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെൽനസ് മേഖല സ്റ്റഡി റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു 50-60 വർഷം വലിയ രീതിയിൽ വളർച്ച നേടാൻ പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മേഖല വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത്, അപ്പോൾ പ്രോബ്ലം, ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എന്താണ്, ആരോഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ ഒരു ബിസിനസ് നമുക്ക് ഇവിടെ ഏറ്റെടുക്കാനും ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണെന്നുള്ളത് കമ്പനിയോട് തരുന്നത്. രണ്ടാമതൊരു കാര്യം എന്താണ്, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഒരു അധിക വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇവിടെ എന്താണ്, അതിനൊരു സൊല്യൂഷൻ എന്ത് ചെയ്യാണ്, കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ സമ്പാദിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ മെയിൻ ആയിട്ട് പറയുന്നത്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരാണ് ഈ ഒരു കമ്പനി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്ലോബൽ ഇ-കൊമേഴ്സ് വെൽനസ് പാർട്ണറായിട്ട് മാറാൻ കഴിയും. അതായത് 6 രാജ്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന വലിയൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്ക് ഇവിടെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ, എന്താണ് സെല്ലുലാർ ന്യൂട്രീഷൻ, എന്തുകൊണ്ടാണ് അത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 90% നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന അസുഖങ്ങൾക്കും പ്രധാന കാരണം എന്താണ്, സെല്ലുലാർ ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെല്ലുലാർ ഡാമേജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടിക്കണക്കിന് കോശങ്ങൾ അഥവാ സെല്ലുകൾ ചേർന്നിട്ടാണ് നമ്മളെ ഹ്യൂമൻ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെന്ത് ചെയ്യാണ്, എന്താണ്, കുറെ കോശങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യും, ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് ചേർന്നിട്ട് എന്ത് ചെയ്യും, ഓർഗൻസ് ഉണ്ടാവും. ഒരുപാട് ഓർഗൻസ് ചേർന്നിട്ട് എന്ത് ചെയ്യണം, ഓർഗൻ സിസ്റ്റം. അതിനുശേഷം എന്താണ്, ഹ്യൂമൻ ബോഡിയാണ്. ഈ ചെറിയൊരു സെല്ലിൽ സംഭവിക്കുന്ന ഒരു ഡാമേജ് ആണ് ഈ നമ്മുടെ ശരീരത്തിൽ വലിയ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും വലിയ പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ചെയ്യുന്നത്, ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നു, തലവേദന വന്നു കഴിഞ്ഞാൽ തലവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് തലവേദന വന്നു എന്നുള്ള കാര്യം തന്നെ ആരും ചിന്തിക്കുന്നില്ല.
അപ്പോൾ ഈ സെല്ലുലാർ ഡാമേജുകൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കോശങ്ങൾക്ക് സംഭവിക്കുന്ന ഡാമേജുകൾ തടഞ്ഞാൽ തന്നെ നമ്മുടെ 90% അസുഖങ്ങൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഓരോ സെല്ലുകൾക്കും വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുക എന്നാണ് സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ പ്രൗഡായിട്ട് ഈ ഫ്ലൈ വെൽനസ് എന്ന് പറയുന്ന കമ്പനി നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി, സ്റ്റെം സെൽ ടെക്നോളജി, നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. കാരണം വലിയ വലിയ പ്രീമിയം ഹോസ്പിറ്റൽസിലൊക്കെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ പൊക്കിൾ കൊടിയിൽ നിന്നുള്ള ഹ്യൂമൻസിന്റെ സ്റ്റെം സെൽ ഉള്ളത് പൊക്കിൾ കൊടിയിലാണ്. ആ സ്റ്റെം സെല്ലുകൾ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാനും അതിലൂടെ ഇവർക്ക് വരുന്ന ഭാവിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ സ്റ്റെം സെല്ലുകൾ കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഹ്യൂമൻസിന് സ്റ്റെം സെല്ലുള്ള പോലെ തന്നെ ആയുർവേദ സസ്യങ്ങൾക്കും ഫ്രൂട്ട്സിലും അല്ലെങ്കിൽ ആനിമൽസിലും ഒക്കെ എന്തുണ്ട്, സ്റ്റെം സെല്ലുകൾ ഉണ്ട്. ഈ പവർഫുൾ ആയിട്ടുള്ള സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്, നമ്മുടെ ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ലോകത്തിലെ തന്നെ ഏകദേശം 29ഓളം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ വൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കോഡിസെപ്പ് മഷ്റൂം ഉണ്ട്, റോസല്ലേ ഉണ്ട്, വോൾഫ്ബെറി ഉണ്ട്, ബിയർബെറി, അസായ്ബെറി, ആപ്പിൾ എക്സ്ട്രാക്ട്, പിന്നെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, പലതരം മഷ്റൂംസ് ഉണ്ട്, ജിൻസങ് ഉണ്ട്, ടർമറിക് ഉണ്ട്, ആപ്പിൾ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള പലതരം 29ഓളം ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സൂപ്പർ ഫോർമുലേഷൻ ആണ് എന്തുള്ളത്, നമ്മുടെ ഈ ഒരു ഫ്ലൈ വൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിൽ ഒരു ബോക്സിൽ വരുന്നത് നമുക്കൊരു 11 സാഷയാണ്. ഈ 11 സാഷ് നമ്മൾ രാവിലെ നമ്മൾ എണീറ്റ് വായ കഴിക്കുന്ന ശേഷം സബ്ലിംഗൽ അപ്ലിക്കേഷൻ എന്ന് പറയും, നാവിന്റെ അടിയിലേക്ക് ഒരു പൗഡർ ഫോമിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇട്ട് കൊടുക്കാണ് വേണ്ടത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഉമിനീര് നമ്മൾ എന്ത് ചെയ്യുക, ഇറക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു നാവിൻ്റെ അടിയിലേക്ക് ഇടാൻ പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാവിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ വെയിൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാനും അതിലൂടെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുകയാണ്. ഇനി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ എനർജി മാക്സിമൈസ് ചെയ്യുന്നു, കാരണം ശരീരത്തിന് എനർജി മാക്സിമൈസ് ചെയ്യുന്നു. രണ്ടാമത് എന്ത് ചെയ്യാണ്, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സെല്ലുകളെ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. ഷാർപ്പ് ഫോക്കസ് നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ണിന്റെ കാഴ്ചശക്തി കൂടാനൊക്കെയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ആന്റി ഓക്സിഡൻസ് ധാരാളമായി ഉള്ളത് കൊണ്ട് ഓക്സിഡേറ്റീവ് ഡാമേജ് മുഖേനമുള്ള ക്യാൻസർ പോലുള്ള ക്യാൻസർ സെല്ലുകൾക്ക് നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആന്റി ഓക്സിഡൻസ് ധാരാളം നമുക്ക് സഹായിക്കുന്നു. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂടാൻ സഹായിക്കുന്നതിലൂടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറയുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ആന്റി ഇൻഫ്ലമേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗട്ട് ഹെൽത്ത്, വയറിന്റെ ആരോഗ്യം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡീടോക്സിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നു. ശരീരത്തിന് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ തലത്തിലേക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുപോകാണ്. പിന്നെ ക്വാളിറ്റി സ്ലീപ്പ് എന്ത് ചെയ്യുന്നു, അഷ്യൂർ ചെയ്യുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്കിൻ ആൻഡ് ജോയിന്റ് പ്രോബ്ലംസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ കാർഡിയാക് വെൽനസ്, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. പിന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ബെറ്റർ റിസൾട്ട് തരുന്നുണ്ട്. അങ്ങനെ ശരീരത്തിന് ടോട്ടൽ വെൽനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, ഞാൻ ആദ്യമേ പറയുകയാണ്, ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നു. അതിന്റെ കൂടെ നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഇന്നേ വരെ ചെയ്ത കാര്യം തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പലതരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നല്ല സിനിമയാണെന്ന് പറയും, എന്നിട്ട് അത് റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും പോയി കാണാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര പേര് നമ്മൾ ഗൾഫിൽ പോയി കണ്ടു കഴിഞ്ഞാലും ഒരിക്കലും തിയേറ്ററുകാരൻ നമുക്കൊരു ടിക്കറ്റ് ഫ്രീയോ മറ്റോ തരാറില്ല. അതല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റൈൽസിൽ പോയി, ടെക്സ്റ്റൈൽസ് നല്ലതാന്ന് പറഞ്ഞു, അവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോയി, പക്ഷേ എന്നിട്ട് നമുക്കതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അതൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ്. അവിടെ എന്താണ്, കസ്റ്റമർ എന്നും കസ്റ്റമർ ആയിക്കൊണ്ട് തന്നെ നിലനിൽക്കുകയാണ്. അവിടെ വിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഒരു കസ്റ്റമർക്ക് ഒരു ചാൻസ് ഇല്ല, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു കാര്യം, നമ്മൾക്കിത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു ബിസിനസ് തുടങ്ങണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ലൈഫിൽ സാലറി കിട്ടി ജീവിച്ചു പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടുന്ന വരുമാനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമേ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീണ്ടും ചുറ്റുപാടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, പണം ഉണ്ടാക്കുന്ന ആളുകൾ, നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും.
അപ്പോൾ നമുക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ബിസിനസ് ചെയ്യും? ഈ ബിസിനസ് തുടങ്ങണ തന്നെ ലക്ഷങ്ങളോ കോടികളോ മുടക്കേണ്ടി വരും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുതൽ മുടക്കിൽ, ചെറിയ മുതൽ മുടക്കും ഇല്ല എന്ന് പറയാം, സീറോ ഇൻവെസ്റ്റ്മെന്റ്. കാരണം നമുക്ക് ഉപയോഗിക്കാൻ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലൈവൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് 3500 രൂപയാണ് MRP. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാണ് 2500 രൂപ പ്ലസ് ടാക്സിനാണ് എന്നുള്ളത് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ലക്ഷങ്ങളോ കോടികളോ മുടക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. കേവലം ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടും വേണമെങ്കിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് പാക്കേജിൽ നിങ്ങൾക്ക് വരാൻ കഴിയും. അതായത് 2500 രൂപ പ്ലസ് ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. 2625 രൂപ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. 25 rupees കൊറിയർ ചാർജും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 2650 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസിന്റെ ഭാഗമാവാനും അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2650 രൂപയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കഴിയുമോ ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അതല്ല തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്വാൻസ് പാക്കേജിൽ 2 ബോക്സ് ഫ്ലൈവൺ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. 2 ബോക്സ് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 5300 രൂപയാണ് അതിന്റെ ടാക്സും കൊറിയർ ചാർജും അടക്കം വരുന്നത്. ഇനി ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാൾക്കുള്ള ഒരു കോഴ്സ് ഒരു 44 ദിവസമാണ് കഴിക്കേണ്ടത്. അതിനുള്ള കോഴ്സ് 4 ബോക്സ് എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കുന്ന സമയത്ത് 10,000 പ്ലസ് ടാക്സേ നമുക്ക് വരുന്നുള്ളൂ. ഇനി ഒരു 4 ഫാമിലി അല്ലെങ്കിൽ 4 മെമ്പേഴ്സുള്ള ഒരു കോഴ്സായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 16 ബോക്സ് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എത്രയാണ്, റോയൽ പാക്കേജിൽ നമ്മൾ വരാൻ തയ്യാറാണെങ്കിൽ 40,000 പ്ലസ് ടാക്സേ വരുന്നുള്ളൂ. അത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 40 ബോക്സ് എടുത്തുകൊണ്ട് 10 ഫാമിലിക്കുള്ള ഒരു കോഴ്സായിട്ട് നമ്മൾ എടുക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ക്രൗൺ പാക്കേജ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1,00,000 രൂപ പ്ലസ് ടാക്സ് 1,51,100 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ യാതൊരു കമ്പൽസറിയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബേസിക്കലി വന്ന ഒരാൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ അപ്ഗ്രേഡും ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുന്നതിനും വലിയ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ബേസിക്കലാണ് അഡ്വാൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 2 പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെ നമ്മൾ അഡ്വാൻസിലേക്ക് മാറും. 2 പ്രൊഡക്റ്റിന്റെ പാക്കേജ് അഡ്വാൻസിലേക്ക് മാറും. അഡ്വാൻസ് നിന്ന് പ്രോയിലേക്ക് മാറണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, 2 പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു, വീണ്ടും ഒരു 2 പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് പ്രോ പാക്കേജിലേക്ക് മാറാം. അങ്ങനെ നെക്സ്റ്റ് പാക്കേജുമായി എത്രയാണോ ബാലൻസ് ഉള്ളത് ആ പാക്കേജ് എടുത്തുകൊണ്ട് ആ പാക്കേജുള്ള ബാലൻസ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പാക്കേജുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഏറ്റവും വലിയ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ നമ്മൾ ID-യിലൂടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ID ലൈഫ് ലോങ് ആക്റ്റീവ് ആണ്. മാസം മാസം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീപർച്ചേസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഏകദേശം 10 തരം വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒന്നാമത്തെ വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. രണ്ടാമത്തെ വരുമാനം ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് ആണ്. മൂന്നാമത് ഫ്ലൈ പാസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ചാനൽ ബോണസ് കിട്ടുന്നുണ്ട്, ഡബിൾ ചാനൽ ബോണസ് കിട്ടുന്നുണ്ട്, ലീഡർഷിപ്പ് ബോണസ് കിട്ടുന്നുണ്ട്, റീപർച്ചേസ് ബോണസ്, ഓട്ടോ കംപ്രഷൻ, അവാർഡ് ആൻഡ് റിവാർഡ്സ്, ഇന്റർനാഷണൽ ട്രിപ്പ്, ഇങ്ങനെ ഒരുപാട് 10 തരത്തിലുള്ള ഇൻസെന്റീവ് പ്രോഗ്രാം എന്നുണ്ട് കമ്പനി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, എന്താണ് ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇതേ ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് ആയിട്ട് അവരുടെ ലൈഫിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഈ ബിസിനസ് ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെന്നെങ്കിൽ അവരും അവർക്ക് ഇഷ്ടമുള്ള പാക്കേജിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് 10% ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് ആയി നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ബോക്സ് ഫ്ലൈവൺ എന്ന് പറഞ്ഞാൽ 22 ബിസിനസ് വോളിയാണ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 220 രൂപ പെർ ബോക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നുണ്ട്. പെർ ബോക്സ് 200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കേരളത്തിൽ ഒരാൾ പ്രോ പാക്കേജിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 220 നമുക്ക് എന്ത് ചെയ്യും, 850 രൂപ നമുക്ക് എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് കിട്ടുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്പോൺസർ ചെയ്ത ആളുകൾ എപ്പോൾ ID അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലും അവർ എത്ര ബോക്സ് ആണോ അവർ ID-യിലൂടെ പർച്ചേസ് നടത്തുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 220 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇന്ന് ക്ലോസിംഗ് കഴിഞ്ഞാൽ നാളെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്, വരികയാണ്. അതുകൂടാതെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി ഒരു എക്സ്ട്രാ അഡീഷണൽ ഒരു ഇൻസെന്റീവ് നമുക്ക് തരുന്നത് എങ്ങനെ, ഫ്ലൈ പാസ് ആണ്. അതൊരു കൂപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുക. ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഷോപ്പിംഗ് നടത്തുന്ന ആളുകളാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തി നമ്മൾ ബില്ല് കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് മൊബൈലൊക്കെ ഒരു SMS വരും, നിങ്ങൾക്ക് ഇത്ര രൂപ പോയിന്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പർച്ചേസിൽ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഒരാളെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് 10% ക്യാഷ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിൽ തരുന്നതിന് പുറമെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം തന്നെ, ഫ്ലൈ പാസ് ആയിട്ട് നമുക്ക് കൂപ്പൺ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്.
അത് ബേസിക് പാക്കേജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ ഏത് പാക്കേജിന്റെ ആളുകൾ നമുക്ക് പരിചയപ്പെടുത്താം, അല്ലാതെ ഇന്ന പാക്കേജിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന പാക്കേജിൽ ആളുകൾ മാത്രമേ പരിചയപ്പെടുത്താൻ പറ്റൂ എന്നുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. അങ്ങനെ 10% നമ്മൾ എന്ത് ചെയ്തു, കാഷായിട്ട് നമ്മൾ അക്കൗണ്ടിൽ വന്നു. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അഡീഷണൽ 10% 220 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാലറ്റ് ആയിട്ട് നമുക്ക് കയറുന്നുണ്ട്. അത് അഡ്വാൻസ് പാക്കേജിൽ വരുന്ന ഒരാളാണെങ്കിൽ 15%, 330 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈ പാസ് ആയിട്ട് നമുക്ക് കയറുന്നുണ്ട്. പ്രോ പാക്കേജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 440 രൂപയാണ് ഫ്ലൈ പാസ് ആയിട്ട് നമുക്ക് കയറുന്നത്. അത് റോയൽ പാക്കേജ് ആണെങ്കിൽ 550 രൂപ, 25% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈ പാസ് ആയിട്ട് നമുക്ക് കയറുന്നുണ്ട്. ക്രൗൺ പാക്കേജ് ആണെങ്കിൽ 30%, 660 രൂപ ഫ്ലൈ പാസ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുകയാണ്. അപ്പൊ ഇങ്ങനെ കയറുന്ന ഒരു എമൗണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ 2500 രൂപയ്ക്ക് മുകളിൽ വരുന്നത്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കാനോ പുതിയ ID ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് ഈ ഫ്ലൈ പാസ് എമൗണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്, ഫ്ലൈ പാസ് ആയിട്ട് നമുക്ക് കമ്പനി തരികയാണ്. അടുത്തതായിട്ട് നമ്മൾ കമ്പനി തരുന്നത് ഒരു ചാനൽ ബോണസ് ആണ്. 8% മാച്ചിങ് ബോണസ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇതിലൊരു ബൈനറി പ്ലാനിലാണ് നമ്മൾ ബിസിനസ് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഓരോ ആളുകളെയും നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ കഴിയുക. അതിലൂടെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ബോക്സിന്റെ സെയില് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സിൽ നിന്ന് 100 രൂപ വെച്ച് ലെഫ്റ്റോ റൈറ്റും മാച്ച് ചെയ്യുന്ന സമയത്ത് 200 രൂപ കമ്പനിയിൽ നിന്ന് ചാനൽ ബോണസ് നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ചിട്ട് ഒരു ഡബിൾ ചാനൽ ബോണസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ലെഫ്റ്റും റൈറ്റും, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബേസിക് പാക്കേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഓരോ സെയിൽ നമുക്ക് മാച്ച് ചെയ്യുന്നു. ഓരോ സെയിൽ മാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് നോർമലി 100, 100, 200 കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ചാനൽ ബോണസ് പ്രകാരം നമുക്ക് ഒരു ജോഡിക്ക് 400 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഇൻസെന്റീവ് തരുന്നുണ്ട്. അപ്പോൾ രണ്ടാമതൊരു ജോഡി മാച്ച് ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ജോഡിക്ക് 200 രൂപയെ കിട്ടുള്ളൂ. ഇനി 2 ബോക്സ് പാക്കേജിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിവസവും നടക്കുന്ന 2 ജോഡിക്ക് നമുക്ക് എന്ത് ചെയ്യും, 400 വെച്ച് കിട്ടും. മൂന്നാമത് നടക്കുന്ന ജോഡിക്ക് എത്രയാണ്, 200 രൂപയാണ് കിട്ടുക. ഇനി 4 ബോക്സ് പാക്കേജിൽ വന്ന ഒരാളാണെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക, ഒരു ദിവസം 4 ബോക്സിന്റെ പാക്കേജിൽ വന്ന ആൾക്ക് 4 പെയർ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 400 രൂപ വെച്ച് കിട്ടും. അഞ്ചാമത്തെ പെയർ നമുക്ക് എത്രയാണ്, 200 രൂപയാണ് വെച്ച് കിട്ടുക. ഇനി 40 ബോക്സിന്റെ പാക്കേജിൽ വന്ന ക്രൗൺ പാക്കേജിൽ വന്ന ഒരാളാണെങ്കിൽ ദിവസവും നടക്കുന്ന 40 ജോഡിക്ക് 400 രൂപ വെച്ച് കിട്ടും. പിന്നീട് നടക്കുന്ന ഓരോ ജോഡിക്കും 200 വെച്ചിട്ടാണ് കിട്ടുക. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, ഇവിടെ മാച്ച് ചെയ്യുന്ന ഇൻകം കാര്യങ്ങളെല്ലാം തന്നെ ഡെയിലി ക്ലോസിംഗ് ആണ്. ഇന്ന് 12 മണിക്ക് ക്ലോസിംഗ് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉച്ചയാകുമ്പോഴേക്കും നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്യാഷ് അയച്ചു തരാണ്. ഇതാണ് ഡബിൾ ചാനൽ ബോണസ് എന്നൊരു കൺസെപ്റ്റ്. പിന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് എത്ര വരെ വരുമാനം വാങ്ങിക്കാൻ കഴിയും, ഇതിനൊരു സീലിംഗ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ബേസിക് പാക്കേജിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം മാക്സിമം ഏൺ ചെയ്യാൻ കഴിയുന്ന വരുമാനം 2500 രൂപയാണ്. അഡ്വാൻസ് പാക്കേജിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം വരുമാനം വാങ്ങിക്കാൻ കഴിയുന്ന എത്രയാണ്, 5000 രൂപയാണ് വരുമാനം വാങ്ങിക്കാൻ കഴിയുക. പ്രോ പാക്കേജിൽ വന്ന ഒരാൾക്ക് മാക്സിമം എത്രയാണ്, 10000 രൂപ വരുമാനമാണ് വാങ്ങിക്കാൻ കഴിയുക. റോയൽ പാക്കേജിൽ വന്ന ഒരാൾക്ക് എത്രയാണ്, മാക്സിമം 40000 രൂപ വരുമാനമാണ് വാങ്ങിക്കാൻ കഴിയുക. ക്രൗൺ പാക്കേജിൽ വന്ന ഒരാൾക്ക് എത്രയാണ്, മാക്സിമം 1,00,000 രൂപ വരുമാനമാണ് ഏൺ ചെയ്യാൻ കഴിയുക. ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും 1,00,000 രൂപ ഡെയിലി, മാസം 30,00,000 രൂപ വരുമാനം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ് ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ഇവിടെ നമുക്ക് പ്രൊമോട്ട് തരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, കമ്പനി തരുന്ന ഒരു എക്സ്ട്രാ അഡീഷണൽ ഇൻസെന്റീവ് ആണ് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര പേര് ആളുകൾ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. ഇത് ക്രൗൺ ID ഉള്ള ആളുകൾക്ക് മാത്രമുള്ള പ്രിവിലേജ് ആണ്. അങ്ങനെ സ്പോൺസർ ചെയ്ത് ആ വന്ന വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഓരോ ദിവസം എത്ര രൂപ ചാനൽ ബോണസ് വാങ്ങിക്കുന്നുണ്ടോ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ എത്ര ഒരു 1000 രൂപ ചാനൽ ബോണസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 15% 150 രൂപ നമുക്ക് എക്സ്ട്രാ ഇൻസെന്റീവ് നമുക്ക് എന്തെങ്കിലും ഓരോ ദിവസവും കിട്ടും. അവർ 10,000 രൂപ വരുമാനം വാങ്ങിക്കുകയാണെങ്കിൽ ഓരോ ദിവസം നമുക്ക് എത്ര കിട്ടും, 1500 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടും. അവർ 1,00,000 രൂപ ഡെയിലി വാങ്ങിക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും 15,000 രൂപ വരുമാനം ആ ടീമിന്റെ ഡെവലപ്മെന്റ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ഓരോ ദിവസം ലീഡർഷിപ്പ് ബോണസ് ആയിട്ട് കിട്ടുകയാണ്. ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ എക്സ്ട്രാ ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റീപർച്ചേസ് ബോണസ് കിട്ടുന്നുണ്ട്. റീപർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇൻകം മന്ത്ലി വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ചാൻസ് ആണ്. അതിലൂടെ നമ്മൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, ഇങ്ങനെ ഒരുപാട് ലെവൽസ് നമ്മൾ ഇതിലുണ്ട്. അതിൽ ഒരു 7th ലെവലിലൊക്കെ ബിസിനസ് നടക്കാന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% മുതൽ 15% വരെ റീപർച്ചേസ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെ തട്ടില് 7th ലെവലിലൊക്കെ ബിസിനസ് നടക്കുന്ന സമയത്ത് 15% ആണെന്നുള്ള റീപർച്ചേസ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഓട്ടോ കംപ്രഷൻ മുഖേന ലെവലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇൻസെന്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഈ ഒരു ബിസിനസ് കൂടി പഠിക്കാനും നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ലെഗസി ക്ലബ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്ക് തരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ, അല്ലെങ്കിൽ നമ്മളെ ജാതിയോ മതമോ,
പ്രായമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതൊന്ന് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ് പ്ലാറ്റ്ഫോമാണ് ഫ്ലൈ വെൽനെസ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വെൽക്കം ചെയ്യാണ്. അങ്ങനെ വരുന്ന എല്ലാവർക്കും വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് വിഷയമാണ്. താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം. എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏവർക്കും ഏറ്റെടുക്കാനും അതിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഫ്ലൈ വെൽനസ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.